മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ജീവവചനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 1 യോഹന്നാൻ 4 അധ്യായം 16 വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചുമിരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിൽ വസിക്കുന്നു. പ്രിയമുള്ളവരെ, വെള്ളത്തിൽ തുള്ളിച്ചാടി നടക്കുന്ന ഗോൾഡ് ഫിഷ് കൊച്ചു ബിന്നിക്ക് കൗതുകമുണർത്തി. വെട്ടിത്തിളങ്ങുന്ന നിറവും ചടുലമായ അതിൻ്റെ ചലനവും അതിൻ്റെ കുരുന്ന ഹൃദയത്തെ നന്നെ ആകർഷിച്ചു. അതിലൊന്നിനെ ലഭിക്കണമെന്നുള്ള അവൻ്റെ തീവ്ര അഭിലാഷം അവൻ്റെ പിതാവ് സാധിച്ചു കൊടുത്തു. ഓഫീസിൽ നിന്ന് തിരിച്ചെത്തിയ പിതാവ് ബിന്നിയുടെ ശോകമുഖമായ അവസ്ഥ മനസ്സിലാക്കി. അവൻ്റെ പ്രിയപ്പെട്ട സ്വർണ്ണ മത്സ്യം ചത്തുപോയതാണ് കാരണം. വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യത്തിന് തണുപ്പേൽക്കാതിരിക്കാൻ കൊച്ചു ബിന്നി അതിനെ കമ്പിളി പുതപ്പിച്ച് സ്വന്തം മെത്തയിൽ കിടത്തി. കുറെ കഴിഞ്ഞപ്പോൾ മത്സ്യം ചലനമറ്റതായി. മത്സ്യത്തിന് വെള്ളത്തിൽ മാത്രമേ ജീവിക്കുവാൻ സാധിക്കൂ എന്നുള്ളതായ പ്രകൃതി നിയമം കൊച്ചു ബിന്നി മനസ്സിലാക്കിയിരുന്നില്ല. സ്നേഹ അന്തരീക്ഷത്തിൽ മാത്രമേ മനുഷ്യന്റെ വ്യക്തിത്വം വളരുകയും വികസിക്കുകയുമുള്ളൂ. സ്നേഹം നിഷേധിക്കപ്പെടുമ്പോൾ വ്യക്തിത്വത്തിനുള്ള മുരടിപ്പും വൈകല്യങ്ങളും സംഭവിക്കുന്നു. അത് തെളിയിക്കപ്പെട്ടിട്ടുള്ള സത്യമാണല്ലോ. പല രോഗങ്ങളുടെയും അവ മാനസികമാകട്ടെ ശാരീരികമാകട്ടെ കാരണം സ്നേഹത്തിന്റെ അഭാവമാണെന്ന് ചില ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. സ്നേഹത്തിന്റെ ആർദ്രതയും ഊഷ്മളതയും അനുഭവിക്കുവാൻ കഴിയാതെ വളരുകയും ജീവിതം ശൂന്യമായി അനുഭവപ്പെടുകയും ചെയ്യുന്നവർക്കാണ് ഇത്തരം രോഗങ്ങൾ എളുപ്പത്തിൽ പിടിപെടുക. സ്നേഹം ധാരാളം ലഭിക്കുന്ന കുട്ടിയും അതെന്തെന്നറിയാൻ അവസരം ലഭിക്കാത്ത മറ്റൊരു കുട്ടിയും തമ്മിൽ വലിയ അന്തരമുണ്ടാകും. അത് അവരുടെ വളർച്ചയിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും പ്രകടമാവുകയും ചെയ്യും. കുട്ടികൾ കുറ്റവാസനകൾ വളരുന്നതിനുള്ള മറ്റൊരു പ്രധാന കാരണം സ്നേഹത്തിന്റെ കുറവാണ്. അത് സംബന്ധമായ പഠനം നടത്തിയവർ അഭിപ്രായപ്പെടുന്നുമുണ്ട്. അമേരിക്കയിൽ കൗമാരക്കാരായ കുട്ടികളുടെ കുറ്റകൃത്യങ്ങളും നശീകരണ പ്രവണതകളും സാമൂഹ്യ പ്രവർത്തകരുടെ സവിശേഷത പതിഞ്ഞിട്ടുള്ള വിഷയമാണ്. അത് തന്നെയാണ് നമ്മുടെ ഇടയിൽ ഓസ്ട്രേലിയയിലും കാണുന്നത്. അപ്രകാരമുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ജീവിത പശ്ചാത്തലം പഠിച്ചപ്പോൾ അവരിൽ ഭൂരിപക്ഷവും ശിഥില കുടുംബങ്ങളിൽ നിന്നുള്ളവരായിരുന്നുവെന്ന് മനസ്സിലാവും. വിവാഹമോചനം നേടിയ മാതാപിതാക്കളുടെ കുട്ടികൾ, മരണം മൂലം അച്ഛനോ അമ്മയോ രണ്ടുപേരുമോ നഷ്ടപ്പെട്ടവർ, ഈ വിധത്തിലായിരുന്നു അവരുടെ അവസ്ഥ. നമ്മുടെ പട്ടണങ്ങളിൽ അലഞ്ഞു നടന്ന് മോഷണവും തമ്മിൽ തല്ലും ശീലമാക്കുന്ന തെരുവ് ബാലന്മാരുടെ പശ്ചാത്തലവും മേൽപ്പറഞ്ഞ അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമല്ല. കോട്ടയം പട്ടണത്തിൽ തെരുവിന്റെ മക്കളായി കഴിഞ്ഞ കുട്ടികളെക്കുറിച്ച് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാമൂഹ്യ പ്രവർത്തകൻ നടത്തിയ പഠനം ഈ യാഥാർത്ഥ്യം സ്ഥിരീകരിക്കുന്നതായിരുന്നു. പ്രിയപ്പെട്ടവർക്ക് വളർന്നു വരുവാൻ വളക്കൂറുള്ള മണ്ണാണ് സ്നേഹമെന്ന് പറയാം. സുഗമമായ വളർച്ചയ്ക്കുള്ള അനുകൂല സാഹചര്യങ്ങൾ അത് സൃഷ്ടിക്കുന്നുമുണ്ട്. വ്യക്തിയുടെ നാനാപ്രകാരമുള്ള വളർച്ചയെ സഹായിക്കുകയും ചെയ്യുന്നു. അത് വളർച്ചയെ തടസ്സപ്പെടുത്തുന്നില്ലെന്ന് മാത്രമല്ല, വളർച്ചയ്ക്ക് ഒരു പരിമിതി നിശ്ചയിക്കുന്നുമില്ല. മനുഷ്യർ തമ്മിലുള്ള ബന്ധം ബലപ്പെടുത്തുന്നതിന് സ്നേഹം ഫലപ്രദമായ ഒരൗഷധമാണ്. അമേരിക്കയിലെ ഒരു മാനസിക ആശുപത്രിയിൽ രോഗികളെ ചികിത്സിക്കുന്നതിന് മറ്റെല്ലാത്തിലും ഒരു സ്നേഹത്തിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. സ്നേഹത്തിന്റെ അഭാവം കൊണ്ട് ചിത്തരോഗിയായി തീർന്ന ഒരുവനെ ചികിത്സിക്കുവാൻ പ്രത്യേകിച്ചും സാധാരണയിൽ കവിഞ്ഞ സ്നേഹം ആ രോഗിയോട് കാണിക്കുവാൻ പരിചാരകർ ശ്രദ്ധിക്കുമത്രേ. നമ്മുടെ ചിത്തരോഗ്യ ആശുപത്രികളിലെ, അതായത് മാനസികാരോഗ്യ ആശുപത്രികളിലെ അവസ്ഥ അതിൽ നിന്ന് എത്രയോ ഭിന്നമാണ്. അവഗണനയും പീഡനവും ആയിരിക്കും അവിടെ പലപ്പോഴും നാം കാണുക. പെൺകുട്ടികളൊന്നും വേണ്ട എന്ന് കരുതിയ ഒരു കുടുംബത്തിൽ പിന്നെയും ജനിച്ചത് ഒരു പെൺകുട്ടി തന്നെയായിരുന്നു. ആ കാരണത്താൽ ആ കുട്ടിയുടെ വളർച്ചയിൽ അവഗണനയും അശ്രദ്ധയും പ്രകടമാക്കപ്പെട്ടു. അത് കുട്ടിയെ വല്ലാതെ അലട്ടി. സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടവളായും പൊരുത്തപ്പെടാത്തവളായും വളർന്നു. ക്രമേണ അവൾ ഒരു മനോരോഗിയായി പരിണമിച്ചു. രോഗകാരണം മനസ്സിലാക്കിയ ഡോക്ടർ ചികിത്സയിൽ പ്രധാനമായും ശ്രദ്ധിച്ചത് ലഭ്യമാകാതിരുന്ന സ്നേഹം അവൾക്ക് പകർന്നു നൽകുക എന്നതായിരുന്നു. നഴ്സുമാരും ശുശ്രൂഷിക്കുന്ന മറ്റെല്ലാവരും അതനുസരിച്ച് പ്രവർത്തിച്ചു. അവൾ ശ്വസിച്ച സ്നേഹാന്തരീക്ഷം അവൾക്ക് പുതുജീവൻ പകർന്നു. പൂർണ്ണ സൗഖ്യത്തിലെത്തുവാനും അവൾക്ക് സാധിച്ചു. സ്നേഹം വരുത്തിയ അത്ഭുതാവഹമായ പരിവർത്തനം ആരെയും ചിന്തിപ്പിക്കേണ്ടതാണ്. നമ്മുടെ കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് മാതാപിതാക്കളും മുതിർന്നവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇത്. കളിക്കോപ്പുകളും സുഖോപകരണങ്ങളും കുഞ്ഞുങ്ങൾക്ക് നല്ലത് തന്നെ. പക്ഷേ സ്നേഹത്തിന്റെ സ്ഥാനം അവയ്ക്കൊന്നും എടുക്കുവാൻ സാധിക്കുകയില്ല. നോക്കിലും വാക്കിലും പരിചരണത്തിലുമെല്ലാം സ്നേഹം മുന്നിട്ട് നിൽക്കണം. നമ്മുടെ എല്ലാം കുഞ്ഞുങ്ങളിൽ പ്രകടമായി നാം തെളിഞ്ഞു കാണേണ്ടത് മറ്റൊന്നുമല്ല, സ്നേഹമാണ്. സ്നേഹത്തിൽ ഭയമില്ല. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഭയപ്പെടുന്നവരിൽ സ്നേഹത്തിന്റെ തികവില്ല. എന്തുകൊണ്ടെന്നാൽ ശിക്ഷയെക്കുറിച്ചാണല്ലോ ഭയം. ഏവർക്കും ശുഭകരമായ ഒരാഴ്ച കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.
നാം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.